50 വർഷം തയ്ക്കുക എന്ന് പറയുന്നൊരു ചെറിയൊരു ജേർണി അല്ല അത്. അപ്പം ഒരുപാട് വീഴ്ചകളുണ്ടാവും, ഉയർച്ചകൾ ഉണ്ടായി കാണും. പിന്നെ ഈ 50 വർഷങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ലൈഫിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് മെയിനായിട്ട് കരുതുന്നത്? ലൈഫിൽ അച്ചീവ്മെൻറ്റ്സിലുപരി എൻജോയ്മെൻ്റ് ആണ്, നോട്ട് അച്ചീവ്മെൻറ്റ്സ്, more of enjoyment. All 50 years that I have been in the film industry, I have enjoyed a lot working with different people, different movies, different characters. Life has been a journey. हिंदी പറയും अकेला ही था मैं जानबे मंजिल की तरफ लोग साथ आते गए और कारवां बनता गया. ഒന്നും മനസ്സിലായില്ല. ഹിന്ദി പഠിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ യാത്ര തുടങ്ങി, എല്ലാവരും എന്നോട് ചേർന്നു, അതൊരു വലിയ കൂട്ടായ്മയായി മാറി. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഞാൻ പണ്ടേ ഹിന്ദി നമ്മൾ കണക്കാണ്ട് ഹിന്ദി പഠിക്കാൻ സ്കൂൾ മാറിയ ഒരാളാണ്. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് ഹിന്ദി മാത്രം പറയരുത്. അപ്പം എന്തായാലും ഒരു ഇത്രയും നാളത്തെ ജേർണി എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടല്ല. എന്തായാലും അത് കൺഗ്രാജ്. കാരണം സിനിമയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് സിനിമയിൽ ആദ്യം വലിയ ഇൻട്രസ്റ്റോടെ വരുമായിരിക്കും, പക്ഷേ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല എന്ന് കാണുമ്പോഴേക്കും ഉടനെ ഇൻഡസ്ട്രി വിട്ടിട്ട് ലൈഫ് എങ്ങനെയെങ്കിലും സെറ്റിൽ ആവാം അങ്ങനത്തെ ഒരു അല്ല. ഞാൻ എന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ബിരിയാണി ആവണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളാണ്. എങ്കിലും ഞാൻ കൂട്ടുകറിയായിട്ട് അവിടെ ഉണ്ട്, അച്ചാറും പുളിച്ചട്ടിനിയും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. ഐ ആം ഹാപ്പി. ഇപ്പം എൻ്റെ കൂടെ വന്ന പലരും ഇന്ന് ഇൻഡസ്ട്രിയിൽ ഇല്ല, പലരും ജീവിച്ചിരിപ്പില്ല, പലരും ഇൻഡസ്ട്രിയിലില്ല. ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് നിൽക്കാൻ ദൈവം തമ്പുരാൻ തന്ന വലിയൊരു സന്ദർഭവും സാഹചര്യവും ഞാൻ എന്നും കടപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ്. സിനിമ തന്നെയായിരുന്നു പാഷൻ ശരിക്കും? തീർച്ചയായിട്ടും. എൻ്റെ 10ാമത്തെ വയസ്സിൽ തുടങ്ങിയ സിനിമ പാഷനാണ്. ഗോഡ്സ് ഗ്രേസ് 58 വർഷമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ. അത് തന്നെ. ഭ്രാന്ത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ് സത്യം. ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു, ഇന്നും അത് തന്നെ നിലനിന്ന് പോകുന്നു. അങ്ങനെ തന്നെ നിലനിർത്താൻ ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ഭ്രാന്ത് ഉള്ളെങ്കിൽ തന്നെ ഏറ്റവും നല്ലതെന്ന് ഞാൻ. അത് നമുക്ക് ലോട്ട് ഓഫ് എനർജി, കുറേ കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ അതൊരു സാഹചര്യം ഒരുക്കി തരും. തീർച്ചയായും. അപ്പം ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളിങ്ങനെ നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ എന്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ലൈഫിൽ ഇത്രയും നാൾ? ഇല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ നഷ്ടവും ലാഭവും നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. അതിൽ നല്ലതും ഉണ്ടാവും, ചീത്തതും ഉണ്ടാവും. എൻജോയ് ദ ജേർണി. അതാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് അനുഭവവും നമ്മളത് അതിൻ്റെ രീതി കൂടെ ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് മാനർ. ഒന്നിനും നമ്മളൊരു വലിയ സ്ഥാനമാനം കൊടുക്കണ്ട. ഇപ്പോൾ ഇന്നലെ തന്നെ ഇപ്പോൾ വലിയ കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുന്ന പല സബ്ജക്ട്സും ഉണ്ട്. അത് പലരും എന്നോട് ഇപ്പോൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ എന്തിനാണിത്? ഒരാൾ തന്ന ശരിയായില്ല, അയാൾ വലിയവനല്ല, ഈ ചെറിയവൻ തന്നു. ഇതിലൊക്കെ നമ്മളെല്ലാവരും അവരവരുടെ സ്ഥാനത്ത് വലിയവരാണ്. താങ്കളിൽ ഇരിക്കുന്ന കസാലിൽ താങ്കൾ വലിയവനാണ്, ഇദ്ദേഹം ഇരിക്കുന്ന കസാലിൽ ഇദ്ദേഹം വലിയവനാണ്, എൻ്റെ കസാലിൽ ഞാൻ വലിയവനാണ്. ഞാൻ താങ്കൾ ബഹുമാനിച്ചാൽ തിരിച്ചെനിക്ക് ബഹുമാനം തരും, അദ്ദേഹം എനിക്ക് ബഹുമാനം തരും. അതല്ലെങ്കിൽ എന്താണുള്ളത്? അത് തിരിഞ്ഞങ്ങോട്ട് പോയിട്ട് പറയാം, പോയി പണി നോക്കാൻ പറഞ്ഞു. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, ലീവ് ഹംബ്ലി, ഹാപ്പിലി, ദാറ്റ്സ് ഓൾ. ശരിക്കും ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരാളായിട്ട് തോന്നുന്നു. ഇത്രയും കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലൈഫുകൾ ഇങ്ങനെ എല്ലാവരും സീരിയസ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കാലത്ത് ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരാൾ ഇത് പറയാൻ എന്ത് സിമ്പിൾ ലൈഫ്. ഞാൻ പറയാം ഒന്നുമില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം തന്നെ ഇപ്പോൾ പറയാമെങ്കിൽ, ഞാൻ നമ്മുടെ സിനിമ ലോകത്തിലെ അമ്മയുടെയൊക്കെ മെമ്പറാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഇറങ്ങുമ്പം ഇന്നത്തെ ചെറുപ്പക്കാർ പേരെടുത്ത് പറയുന്നത്, അവർ വന്ന് പറയും, എന്താണ് ഒരു BMW ഒരു ബെൻസൊക്കെ മേടിച്ചൂടെ, വന്നിറങ്ങുമ്പോൾ ഒരു വെയിറ്റ് അല്ലേ? അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്ന, എൻ്റെ വെയിറ്റ് 74 കിലോ ആണ്. ഇത് 20 വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിൽ കൂടുതൽ എനിക്ക് വെയിറ്റ് കൂട്ടാനുള്ള ഒരു ആഗ്രഹമില്ല. സോ ലൈഫ്, ഇഫ് യു ആർ ഗുഡ്, മനസ്സുകൊണ്ട് നല്ലവനാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കാനും വഞ്ചിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കാത്തവനാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടും, ബഹുമാനിക്കും. അല്ല ഒരു വേറെ രീതിയിലുള്ള മനുഷ്യനാണെങ്കിൽ എന്ത് ബെൻസ്, എന്ത് BMW, എന്തിൽ നടന്നാലും പറയുന്നതേ കള്ളം പോകണമെന്ന് പറയും. അതല്ലേ പറയുന്നത്. മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. സോ പറയില്ല, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്? എത്ര വേണം ഒരു മനുഷ്യന് ജീവിക്കാൻ? ഉള്ളത് കൊണ്ട് സന്തുഷ്ടരായി ജീവിക്കുക. താഴത്തേക്ക് നോക്കിയ സന്തോഷം, മുകളിലേക്ക് നോക്കിയ അയ്യോ. മുകളിലേക്ക് നോക്കി വലിയവരെ കാണുമ്പം അതെനിക്കാവാൻ പറ്റില്ലല്ലോ, ഇതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. അടിയിലേക്ക് നോക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഐ ആം വെൽ പ്ലേസ്ഡ്, ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം. ഞാൻ ഭാഗ്യവാനാണ്. തീർച്ചയായിട്ടും. വലിയൊരു നല്ല ചെറിയതായിട്ട് പറഞ്ഞാൽ വളരെ നല്ലൊരു കോട്ടാണ്. എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു നല്ലൊരു കോട്ട് തന്നെയാണ്. എന്തിനോ വേണ്ടിയൊക്കെ എന്തൊക്കെയോ നേടാൻ വേണ്ടി ഓടുന്നത്. അത് ഇംഗ്ലീഷിലൊരു കോട്ടുണ്ട്, മണി ക്യാൻ ബൈ യു എ ബെഡ് ബട്ട് നോട്ട് സ്ലീപ്പ്. സത്യം. പണം ഉണ്ടെങ്കിൽ വലിയൊരു മെത്ത മേടിച്ച് അതിന് കിടക്കാം, പക്ഷെ ഉറക്കം കിട്ടില്ല. ഉറക്കം കിട്ടണമെങ്കിൽ മനസ്സമാധാനം വേണം. അപ്പം
അങ്ങനെ ഒരു മനസ്സമാധാനം ഉള്ള ഒരാളാണ് തീർച്ചയായും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ചേട്ടനോട് ചോദിക്കണം, ചേട്ടൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് എന്താണ്? ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്? എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് ഇതുപോലെ നല്ല മനുഷ്യരായിട്ട് ബന്ധപ്പെടുക, നല്ല നല്ല സിനിമകൾ ചെയ്യുക, കുടുംബമായിട്ട് നല്ലപോലെ ജീവിക്കുക, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, സുഹൃത്തുക്കളെ സ്നേഹിക്കുക, പിന്നെ ആവുന്നത്ര ആരെയും ദ്രോഹിക്കാണ്ടും വഞ്ചിക്കാണ്ടും ഇരിക്കുക, സത്യസന്ധമായിട്ട് ജീവിക്കുക. അത് തന്നെയാണ് ഹാപ്പിനെസ്. അപ്പോൾ സത്യസന്ധമായിട്ട് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ജീവിക്കുന്നവരുടെ ഒരു എപ്പോഴും എന്താ പറയുക, ഒരു സൈഡ് തള്ളപ്പെടും. അതായിക്കോട്ടെ, നമ്മളതിന് ആഗ്രഹിച്ചാലല്ലേ നമുക്ക് മനോവിഷമം ഉണ്ടാവുള്ളൂ. നേക്കിക്കാർ ദരിയാമെതാൽ, നന്മ ചെയ്യൂ കടലിൽ തള്ളൂ. അതിൽ നിന്നും പ്രതീക്ഷകൾ വെച്ചാലേ നമുക്ക് വിഷമം തോന്നുള്ളൂ. ഞാനിപ്പോൾ ഇദ്ദേഹത്തിനോട് എൻ്റെ ഒരു അനുജൻ എന്ന നിലയ്ക്ക് ഞാൻ പെരുമാറുന്നു. അവിടെ അദ്ദേഹത്തിൽ നിന്നും ഞാനത് നാളെ അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ എന്നെ വിളിക്കും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നാളെ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ വിഷമം തോന്നി, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല. അതില്ല. ഞാൻ ഇന്നത്തെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ. നാളത്തെ നാളെ അദ്ദേഹം എനിക്ക് തന്ന ആ ഒരു സ്ഥാനമാനവും സ്നേഹവും ശമ്പളവും ആസ് എ പ്രൊഡ്യൂസർ ഞാൻ സന്തുഷ്ടനാണ്. ആ നന്ദി എനിക്കുണ്ട് അദ്ദേഹത്തിനോട്. അതെന്നും നിലനിന്ന് പോകും, അത് നാളെ വിളിച്ചില്ലെങ്കിലും. ദാറ്റ് ഈസ് ഓൾ. ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെറ്റും കാര്യങ്ങളൊക്കെ, ലൊക്കേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും സഹകരിച്ച്, എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അതുകൊണ്ട് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പം ഈ അവസാനമായപ്പോൾ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസാണ്. അതിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്നതല്ല. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. ഇതുവരെ ഹാപ്പി. പേടിയുണ്ടോ? അതായത് നമ്മൾ പൊതുവേ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരുമെങ്കിലും നിലനിൽക്കുന്നവർ വളരെ കുറച്ച് പേരാണ്. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് കുതിച്ചു വരുന്നവരുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു ചാട്ടം കഴിയുമ്പോഴേക്കും പിന്നീട് അയ്യോ അബദ്ധമായോ എന്നത്തെ ഒരു പിൻവലിക്കാനായിട്ട് കുറേ പേരുണ്ടാവും. എന്നാൽ നിലനിൽക്കുന്നവർ വളരെ കുറവാണ്. നിലനിൽക്കത്തില്ല അങ്ങോട്ട് കൂടെ. അല്ല, നമ്മൾ ഇതൊരു സിനിമയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്ന് ചാടിയതാണ്. അല്ലാണ്ട് ഇതിൽ നിന്ന് വലിയൊരാളാണ് അങ്ങനെയുള്ള ചിന്ത കൊണ്ടൊന്നും ചാടിയതില്ല. എന്നാലും നമുക്ക് മുടക്കിയ കാശ് കിട്ടണം, അതിനുള്ള ഉണ്ട് നമ്മുടെ സിനിമയിൽ. എന്ന് വെച്ചാൽ ഈ സിനിമ നമ്മൾ ആരോ പറഞ്ഞതെന്ന് അറിയില്ല, ഈ സിനിമ ഹൃദയം കൊണ്ട് എടുക്കണമെന്നാണ് പറയണത്. സിനിമ എന്ന് വെച്ചാൽ ലോജിക്ക് വെച്ച് ബുദ്ധി കൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ പാളി പോകും. ഇതൊരു ഹൃദയം കൊണ്ട് എടുത്തൊരു സിനിമയാണ് പൂർണ്ണമായിട്ടും. അത് സംവിധായകനല്ല, അത് ഓഡിയൻസ് അത് ഏറ്റെടുക്കും. തീർച്ചയായും ഏറ്റെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അവർക്ക്. എന്ന് വെച്ചാൽ മലയാളികൾക്ക് അത് ഏറ്റെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതിനുള്ളൊരു സബ്ജക്റ്റാണ് അത്. അപ്പോൾ അത്ര ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ഇതും അറിയില്ല. നമുക്ക് റിലീസിന് ശേഷം വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. തീർച്ചയായും. അപ്പം പറയുമ്പോൾ തന്നെ അറിയാം സബ്ജക്ട് എന്തോ കാര്യമായിട്ടുള്ള സബ്ജക്റ്റ് ആണ്, നമ്മുടെ എല്ലാവരും കണ്ടിരിക്കേണ്ട സബ്ജക്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം നമ്മുടെ ചെറിയ പടമല്ലോ, ചെറിയ പടമായതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷനും തിയേറ്ററൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ വെച്ചേക്കണം ഒരേ ഒരു ഡിമാൻഡ് വെച്ചേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലീസാകണം വെള്ളി ശനി 2 ദിവസത്തേക്ക് പടം വിടാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് കഴിഞ്ഞാൽ സിനിമ തന്നെ ആളെ കയറ്റിക്കോളും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തേട്ട് നിങ്ങൾ ഏത് രീതിയിലാണേലും നമുക്ക് തിയേറ്ററിൽ പടം വിടാനുള്ള ഒരു സാഹചര്യം ഒപ്പിച്ചു തരണം. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ആൾക്കാരാ, പുതിയ ക്രൂവാ, പുതിയ വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ആൾ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു മെക്കാനിസം നിങ്ങൾ ചെയ്തു തരണം. എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. അത് കഴിഞ്ഞ് പടം നല്ലതാണ്, ആൾക്കാർ കാണികൾ തന്നെ അത് പ്രൊമോട്ട് ചെയ്തോളൂ. പടം നല്ലതാണെങ്കിൽ. പടം മോശമാണെങ്കിൽ ഇപ്പോൾ ആര് പ്രൊമോട്ട് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കതിൽ പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് ഇത് ഓടുമെന്ന്. അപ്പോൾ അതാ പറഞ്ഞത് 2 ദിവസത്തായിട്ട് മാത്രം ഉള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം. 3-ാമത്തെ ദിവസം പോലെ ആൾക്കാർ തന്നെ ഏറ്റെടുത്തോളൂ. അത് നല്ലതാണെങ്കിൽ ഏറ്റെടുക്കും, മോശമാണെങ്കിൽ അവർ തന്നെ നെഗറ്റീവ് റിവ്യൂ കൊടുക്കും. നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുവാന്ന് വെച്ചു ആരെങ്കിലും എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യും. അത് നമ്മുടെ സാമാന്യ ഒരു ഇതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഒരു 100% ഉറപ്പോടെ ഒരു പ്രൊഡ്യൂസർ 2 ദിവസം നിങ്ങൾ തിയേറ്ററിൽ വരുവാണ്, 3-ാമത്തെ ദിവസം നിങ്ങൾ തന്നെ ആളുകളെ കൊണ്ടുവരുമെന്ന് പറയുന്നത് അതൊരു പ്രൊഡ്യൂസറിന്റെ ആത്മവിശ്വാസം. അത് ഞാൻ ആത്മവിശ്വാസം തന്നെ അത്. അതിൽ നമുക്ക് പറയുന്നതിൽ ഞാൻ മാറ്റി പറയുമല്ലേ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചോദിച്ചോ ഇത് തന്നെ ഞാൻ പറയും. തീർച്ചയായും ആത്മവിശ്വാസം വിജയിക്കട്ടെ സിനിമ. അതുകൊണ്ട് തന്നെ ഒരു ദുബായ് ബേസ്ഡ് ചാനൽ ആയതുകൊണ്ട് നിങ്ങളുടെ ഇവിടെയും വിജയിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങ് മിഡിൽ ഈസ്റ്റിലും ഇതൊക്കെ റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും അത് കൈനീട്ടി സ്വീകരിക്കണം എന്നൊരു വിനയമായ അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട്. അതെ, വലിയൊരു ഹിറ്റാണ് ഓരോ സിനിമയും. ഇപ്പം ഞാൻ പണ്ടൊക്കെ ഇതേപോലത്തെ ഇൻ്റർവ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട് സിനിമ തന്നെയായിരുന്നു അവരുടെ പാഷൻ എന്നൊക്കെ. അപ്പോൾ അവർ പറയാറുണ്ട് സിനിമയായിരുന്നു എൻ്റെ ആഗ്രഹം, ചില സാഹചര്യങ്ങൾ കൊണ്ട് ഫാമിലിയുടെ സിറ്റുവേഷൻ കൊണ്ട് വിദേശത്ത് പോയി അവിടെ സെറ്റിലായി. അപ്പോൾ സിനിമയിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രൊഡ്യൂസറായിട്ട് തിരിച്ചു വന്നത്. അങ്ങനെ ഒരു ഡ്രീം എല്ലാം ഉണ്ടായിരുന്നു, സിനിമ തന്നെയായിരുന്നു അവർ. ഇല്ല, നമുക്ക് സിനിമ പണ്ടുകൊണ്ട് ചെറുപ്പം മുതലല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ടേ സിനിമയുടെ എന്ന് വെച്ചാൽ
ഒരു ദിവസം തിയേറ്ററിൽ പോയി 3 സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ. അപ്പോൾ അത് അതിൻ്റെ ഒരു സിനിമയുള്ള ഒരു ഇഷ്ടം തോന്നല്ലോ. അപ്പോൾ അന്നോട്ടേ ഉള്ളതാ ഒരാഗ്രഹം. അപ്പോൾ അതിനുള്ള സാഹചര്യവും കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഒത്തുവന്നു മാത്രം. എന്നുവെച്ചാൽ നമ്മൾ വലിയ പൈസക്കാരനൊന്നുമല്ല, എന്നാലും നമ്മളൊരു സിനിമ നമ്മുടെ ഒരു ആഗ്രഹം, ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ പ്രൊഡ്യൂസറൊന്നുമല്ല, ചെറിയൊരു പ്രൊഡ്യൂസർ നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്തു. ചെറുത് വലുതൊന്നുമില്ല ചേട്ടാ. അപ്പം ചെയ്യുന്നത് നല്ലതാണെങ്കിൽ സ്വീകരിക്കപ്പെടുന്നത് വലുതും സ്വീകരിക്കപ്പെടാത്തതും ചെറുതുമാണ്. അതിപ്പോ എത്ര വലിയ സിനിമയാണെങ്കിലും അങ്ങനെ തന്നെ. എത്രയോ കോടികൾ മുടക്കി സിനിമകൾ ഇറക്കിയിട്ട് പിന്നെ ഈ പറഞ്ഞത് ഞാൻ ചോദിക്കാൻ നേരത്തെ ചിലപ്പോൾ കുറച്ചും പറയാം. അതായത് ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് തിയേറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ളവരോട് ചോദിച്ചാൽ പോലും എല്ലാവരും പറഞ്ഞത് മലയാള സിനിമ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്, ഇവിടുന്ന് ഉള്ള സബ്ജക്ട്സ് ആണ് പലരും റെഫർ പോലും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നത് എന്തായിട്ട് ചേട്ടൻ ഫേസ് ചെയ്യുന്നത്? വലിയ വലിയ പടങ്ങൾ, വലിയ താരനിരയുള്ള പടങ്ങളൊക്കെ തിയേറ്ററുകളിൽ ഇറങ്ങി ഓടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ പടങ്ങളും തിയേറ്ററിൽ നിന്ന് ഓടണം എന്നുള്ളത്. പല സിനിമകളും ഇതേപോലത്തെ ചെറിയ പടങ്ങൾ എന്ന് പറയപ്പെടുന്ന പല സിനിമകളും തിയേറ്ററിൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ പോലും ഒരാഴ്ച തയ്ച്ചോടുകയും അടുത്ത സിനിമ കഴിപ്പിക്കും, അടുത്ത വലിയ താരനിരയാണെങ്കിൽ ആ സിനിമ ആയിരിക്കും കയറ്റുന്നത്. ആ ഒരു പ്രവണത ശരിയാണെന്ന് തോന്നുന്നുണ്ട്. തീരെ ശരിയല്ല, അതൊരു കോക്കസ് ആണ്. അതിപ്പോൾ അങ്ങനെയാണല്ലോ. രാജാവ് രാജാവാണ്, പ്രജകൾ പ്രജകളാണ്. അത് ലോകത്ത് നടന്നു വരുന്ന ഒരു കാര്യം. നമുക്ക് ആർക്കും അങ്ങനെ വേഗത്തിലങ്ങ് എടുത്ത് മാറ്റാൻ പറ്റില്ല. പിന്നെ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും കയറി വന്ന എത്രയോ കൊച്ചു കൊച്ചു സിനിമകളുണ്ട്. അപ്പോൾ അതുപോലെ ദൈവം അനുഗ്രഹിച്ച് ഇതും അങ്ങനെ കയറി വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പം ചേട്ടൻ ലൈഫിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവുമല്ലോ. എൻ്റെ ലൈഫിൽ കരിയോഗ്രാഫിനെ നോക്കുമ്പോൾ ഓരോ ഇവിടെ എത്തി, ഞാൻ ഡ്രീം ചെയ്തെടുത്ത് എത്തി. അങ്ങനെ ഒരു പോയിന്റ് ഏതായിരിക്കും ചേട്ടനെ സംബന്ധിച്ച്? ഒരു നല്ല നടനെന്ന നിലയിൽ അറിയപ്പെടുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഒരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അത് ആൾക്കാർ ആ ഒരു രീതിയിൽ എന്നെ സ്വീകരിക്കണം എന്നുള്ളൊരു വലിയ സ്വപ്നം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. നമ്മുടെ സിനിമയിലെ ബാക്കിയുള്ള മാനസ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട്? ഇപ്പൊ പുതിയ തലമുറയിലെ ആക്ടേഴ്സ് ആയിരുന്നു. ഇല്ല, എല്ലാവരും നമ്മളങ്ങനെ, ഞാൻ ഏത് സെറ്റിൽ പോയാലും എല്ലാവരുമായിട്ട് മെർജ് ചെയ്ത് പോകുന്ന ആളാണ്. എനിക്ക് ആ പ്രായത്തിൻ്റെ ആ ഒരു വ്യത്യാസമൊന്നുമില്ല. സ്റ്റിൽ 16 വന്ന് ബ്ലോക്ക് അയക്കുന്ന ആളാണ്, മനസ്സുമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരുമായിട്ട് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മെർജ് ചെയ്ത് പോവും. പ്രൊഡ്യൂസറായിട്ടും അതെ, അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ ബന്ധം തുടർന്ന് പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അദ്ദേഹത്തിനോട് സ്നേഹം, എന്നോടൊരു ജ്യേഷ്ഠ സ്നേഹവും എനിക്ക് അദ്ദേഹത്തിനോടൊരു അനുജൻ്റെ വാത്സല്യം ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും ആ സൗഹൃദം ഇനിയും തുടരട്ടെ, ഇനി ഒരുപാട് നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഇതുപോലെ ചെറിയ ചെറിയ സിനിമകൾ, നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് അത് വലിയ രീതിയിൽ വിജയിപ്പിച്ചാൽ മാത്രമേ ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്ന് ഇനി ഇതുപോലെ നല്ല നല്ല സിനിമകൾ എടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇതിന് നിങ്ങളാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഘടകം. നിങ്ങളാണ് ഓഡിയൻസാണ് ഒരു സിനിമയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് വിനയമായിട്ട് അഭ്യർത്ഥിക്കുന്നു, തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഒരു വൻ വിജയമാക്കി മാറ്റണം. താങ്ക് യു. ഗോഡ് ബ്ലെസ്. തീർച്ചയായും സിനിമ വലിയൊരു വിജയമാകട്ടെ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. താങ്ക് യു. ഇത്രയും സമയം ഞങ്ങൾക്ക് ഇവിടെ തന്നേ താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു.